ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഞാൻ വീണ്ടും കേക്ക് ബേക്ക് ചെയ്യുക എന്നുള്ളത്. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ അത്രയ്ക്ക് നിർബന്ധിച്ച് പറയുമ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നിർബന്ധിതയായി ചെയ്യുന്നൊരു ഒരു ഓർഡറാണിത്. വേറെ എങ്ങോട്ടും അല്ല ഓർഡർ പോകുന്നത്. എൻ്റെ മോൾ പഠിക്കുന്ന അംഗനവാടിയിലെ ടീച്ചറെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ഓർഡർ എടുത്തത് തന്നെ. കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാം. അതുമാത്രമല്ല വേറെ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിൽ നമുക്ക് വിശ്വസിച്ച് അതും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞാനങ്ങ് അത് സമ്മതിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എടുത്തു പറയുക 1, 2 ഫ്രണ്ട്സും അവരും നിർബന്ധിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യാം എന്ന് തന്നെ കരുതി. അങ്ങനെ അതിൻ്റെ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങൾ മേടിക്കാനായിരുന്നു ഇന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഒരു കടയിൽ നിന്നും ഫുൾ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നേ. ഞാൻ പിന്നെ 2, 3 കടകളൊക്കെ കയറിയിട്ടാണ് ഇത്രയും സാധനങ്ങളെങ്കിലും ഒപ്പിച്ചെടുത്തത്. കാര്യം നമ്മുടെ ബഡ്ജറ്റിനകത്ത് സാധനം നിൽക്കുകയും വേണം. നമുക്കതൊരു ചെറിയൊരു പ്രോഫിറ്റെങ്കിലും ഇതിനകത്തുനിന്ന് കിട്ടണം. അപ്പോൾ അങ്ങനത്തുള്ള രീതിയിലാണ് സാധനങ്ങളൊക്കെ ഇന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഞാൻ എപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും ഞാനൊരു 2, 3 ദിവസത്തിന് മുമ്പ് ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് ഇന്ന്. എനിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ 24-ാം തീയതിയാണ്. അപ്പോൾ 2, 3 ദിവസം മുമ്പ് തന്നെ അതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, അറിയാമല്ലോ. അപ്പം ഞാൻ ഈ കോമ്പൗണ്ടൊക്കെ ഒന്ന് ചിരണ്ടി വെക്കുന്നുണ്ട്. അതായത് കുപ്പിയിലൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കണമായിരുന്നു. അപ്പം ഞാൻ അതും ഒന്ന് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് തെറ്റിപ്പോകരുതല്ലോ. അപ്പോൾ അതുകൊണ്ടാണേ. അപ്പോൾ ഓക്കെ, ബൈ.